പക്ഷേ വിശ്വാസത്തിൽ ജീവിക്കുന്നതിലൂടെ നമ്മെ തള്ളിക്കളഞ്ഞാലും നിരാശപ്പെടരുത്. ഒരു നിത്യത, ഒരു വിശ്രമസ്ഥലം നമുക്ക് ഉണ്ട്. ആകയാൽ ആ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. തിരുവചനത്തിൽ വിശ്വസ്തമായ ജീവൻ നയിച്ചവരെ കുറിച്ച് ഒക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ദീർഘമാക്കുന്നില്ല, ചുരുക്കുന്നു. തിരുവചനത്തെല്ലാം വായിക്കുമ്പോൾ ഹാബേൽ തുടങ്ങിയുള്ള വിശുദ്ധന്മാർ എന്തുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചു, പ്രതിസന്ധിയുടെ നടുവിലും വചനപ്രകാരം ജീവിച്ചു. ഹാബേൽ രക്തസാക്ഷിയായി മരിച്ചു. ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അനേക വിശുദ്ധന്മാർ വചനപ്രകാരം എന്തുകൊണ്ട് ജീവിച്ചു? അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. ആ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയായിരുന്നു. ആമേൻ, സ്തോത്രം. അതേ, ദൈവത്തോടു കൂടെ ആയിരിക്കാൻ കഴിയുന്നുള്ള പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. മോശെ അതിനെ കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ ആയുസ് 70, ഏറിയാൽ 80, അത് വേഗം തീരും. നമ്മുടെ ആയുസ് വേഗം തീരും. താൻ പിന്നെ പറയുന്നു, ഞങ്ങൾ പറന്നു പോകും. ഇവിടെ ഇരിക്കുന്ന പ്രിയരെ, ഈ പ്രിയ പിതാവിൻ്റെ അടക്കത്തോടുള്ള ബന്ധത്തിൽ അന്ത്യശുശ്രൂഷയ്ക്കായി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഈ പ്രിയ പിതാവിനോടൊന്നും പറയാനില്ല. ഇനി ഞങ്ങളുടെ വാക്ക് അദ്ദേഹം കേൾക്കുന്നില്ല. അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യതയിൽ യേശുവിനോടൊപ്പം വിശ്രമ സ്ഥലത്തായിരിക്കും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശുശ്രൂഷയെല്ലാം ജീവനോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കാണ്. കർത്താവിൻ്റെ വരവെങ്കിൽ നാം കേട്ടതുപോലെ കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തി നിൽക്കുമ്പോൾ, ഈ പ്രിയ പിതാവ് മൺമയമായ ദ്രവത്വമുള്ള ക്ഷയമുള്ള രോഗമുള്ള ഒരു ശരീരത്തോടുകൂടെ അല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. തേജസ്സേറിയ ശരീരത്തിനുടമയായി തന്നെ എവിടെ സംസ്കരിക്കുന്നു അവിടെ നിന്ന് ആമേൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ വായിച്ചത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്. നാം തെസ്സലോനിക്ക വിശ്വാസികളെ സംബന്ധിച്ച് മരിച്ചവരെങ്ങോട്ട് പോകുന്നു, എന്താണ് അവസ്ഥ എന്നൊക്കെ അവർക്കൊത്തിരി ആശങ്കയുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല, നമുക്കുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് പേര് പറയപ്പെട്ടവരായിട്ടൊക്കെ ഒത്തിരി പേരുണ്ടെങ്കിലും നിങ്ങൾക്കും ആർക്കെങ്കിലും കാണും മരിച്ചു കഴിഞ്ഞ് എന്തുവാ ഈ പള്ളിയിലെ അല്ലെങ്കിൽ സഭകളിലെ ഒക്കെ അധ്യക്ഷന്മാരൊക്കെ പറയുന്നതൊക്കെ ശരിയാണോ, അതുപോലൊക്കെയാണോ, അതോ ഇത് വെറുതെയാണോ, യാഥാർത്ഥ്യമാണെന്നൊക്കെ ഒരു ചിന്ത മനസ്സിൽ എവിടെയൊക്കെയോ ആരെങ്കിലുമൊക്കെ മനസ്സിൽ കാണുമായിരിക്കാം. ഏതായാലും അത് യേശുവിലൂടെ ജീവിക്കുമ്പോൾ ആ സംശയം മാറുവാനിടയായിത്തീരും. പ്രിയരെ, പൗലോസ് പറയുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോട് ഒരുമിച്ച് ആകാശമേഘങ്ങൾ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും. ആകയാൽ ജീവനോടെ ശേഷിക്കുന്നവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രത്യാശയുടെ മകളായി മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രിയ പിതാവ് കാട്ടിയ നല്ല മാതൃക പിന്തുടരുവാൻ മക്കൾക്ക്, കുടുംബങ്ങൾക്ക്, കൊച്ചുമക്കൾക്ക് കർത്താവ് ഇടയാക്കട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് പത്തനംതിട്ട സെക്ഷനിലുള്ള 27 ശുശ്രൂഷകന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സഭകളിലെ എല്ലാ ദൈവജനത്തിൻ്റെയും ദുഃഖം, പ്രത്യാശ നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയ പിതാവ് കാട്ടിയ നല്ല മാതൃക പിന്തുടരുവാൻ സർവശക്തൻ നിങ്ങൾക്കിടയാക്കട്ടെ. സമയം അനുവദിച്ചെന്ന കുടുംബത്തിലെല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ആമേൻ. താങ്ക് യു പാസ്റ്റർ. അനുശോചന പ്രത്യാശയുടെ വാക്കുകളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഭവനത്തിനുള്ള സമയമാണ്. ദൈവസനിൽ വേർതിരിക്കുന്നതിന് ശേഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ബഹുമാനി കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് അവറുകൾ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനോട് പ്രിയ ഞങ്ങളുടെ അപ്പച്ചനോടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ അധ്യക്ഷനായിരിക്കുമ്പോൾ ഒന്ന് രണ്ട് വാക്ക് എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാകയില്ല. സ്വന്തം മകനെ പോലെ, മരുമകനല്ല, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ ഒരു മകനെ പോലെ കാണുവാൻ, ഒരു പിതാവിനെ പോലെ കാണുവാൻ ആത്മീയ ശുശ്രൂഷയിൽ നിൽക്കുന്നുകൊണ്ട് പലപ്പോഴും പ്രതിസന്ധിയും വിഷമങ്ങളും വെല്ലുവിളികളും വരുമ്പോൾ അപ്പച്ചൻ പറയുന്ന ചെറിയ വാക്കുകൾ പോലും എൻ്റെ ശുശ്രൂഷയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഞാനൊരു വാക്കിൽ അത് പറഞ്ഞ് നിർത്തുകയാണ്. പ്രിയപ്പച്ചൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും മാനുഷികമായി ഒരു നഷ്ടം തന്നെയാണ്. ആമേൻ. അത് ദൈവം അത് വ്യക്തമായി അറിയുന്നു. ആമേൻ. ഞങ്ങൾക്ക് ഒന്നിച്ച് സഹോദരങ്ങളെ പോലെ നിൽക്കുവാൻ ദൈവം സഹായിച്ചതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയത്ത് ആമേൻ നമ്മൾക്ക് ഒരു നിമിഷം ദൈവത്തിന് എല്ലാവരും എഴുന്നേൽക്കുമോ? എഴുന്നേൽക്കുന്ന സമയത്ത് വേറൊരു പാട്ട് പാടുകയും തുടർന്ന് ഇവിടെയുള്ള ക്രമീകരണങ്ങളുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ദൈവസ്ഥൻ്റെ ഇരിക്കാം.
താവൂതം ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഞാറ്റിൽ കല്യാണ മകൾ തീരത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാണ് മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാണ് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷമുണ്ടാവർക്ക്. മക്കൾക്ക് വേണ്ടിയുള്ള സമയത്തെ ഈ സമയത്ത് വേർതിരിക്കുകയാണ്. ചില നിമിഷങ്ങൾ അതിനുവേണ്ടി ഒരുക്കുന്നു. ഇപ്പോൾ ഈ ഭവനത്തിലെ ആൺമക്കളിൽ ഇളയ മകൻ വത്സൻ മുമ്പോട്ട് കടന്നു വരാം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കത് ലാഭം നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കത് ലാഭം. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പച്ചൻ അമ്മച്ചിയും ആദ്യം അമേരിക്കയ്ക്ക് പോയ സമയത്ത് ഞാൻ എയർപോർട്ടിലുണ്ടായിരുന്നു. അമ്മച്ചി ഉള്ളിലേക്ക് പോകുന്നതിന് ആ സമയത്ത് പിന്നെ ഒന്നുകൂടി ഒന്ന് പുറകോട്ട് വന്ന് 2 ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഒന്ന് അപ്പച്ചൻ്റെയും ഒന്ന് അമ്മച്ചിയുടെയും. എന്നിട്ട് ഇത് നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. പോകുന്ന അവരുടെ മുഖത്ത് ദുഃഖമോ വിഷമോ വേദനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എനിക്ക് ദുഃഖം ഉണ്ടായിരുന്നു. അവർക്ക് വിഷമവും ദുഃഖവും ഇല്ലാതിരിക്കാൻ കാരണം അവരെ സ്വീകരിക്കാൻ അവർ ചെല്ലുന്നിടത്ത് ജെയിംസ് ചേട്ടൻ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പായിരുന്നു എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും. നിത്യരുടെ തുറമുഖത്ത് യേശു സ്വീകരിക്കാനുണ്ട് എന്നുള്ള ഉറപ്പോടെ ആണ് ഞങ്ങളുടെ അപ്പച്ചൻ പോയിരിക്കുന്നത്. കുറച്ച് നാളത്തേക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതിലുപരിയായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യമുള്ളുണ്ട്. ഞങ്ങളുടെ അപ്പച്ചനെ ഞങ്ങൾ തീർച്ചയായിട്ടും കാണും. കാരണം അപ്പച്ചൻ കാണിച്ചു തന്ന വഴി, യേശു എന്ന വഴി, ആ വഴിയെ പിന്തുടരുവാൻ ദൈവം ഞങ്ങൾക്കെല്ലാം കൃപ ചെയ്തു. ഇന്ന് അപ്പച്ചൻ്റെ ബോഡിയുമായിട്ട് വരുമ്പോൾ വാനിൽ ഞാൻ ഇരുന്നിരുന്നു. ഞാൻ ആ വാൻ ഇങ്ങനെ അകത്തേക്ക് കയറ്റുമ്പോൾ ഞാൻ വീട്ടിലേക്ക് നോക്കി. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ എല്ലാവരും വെള്ള ഡ്രസ്സ് ധരിച്ച് മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ വെള്ള ഉടുപ്പ് ധരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു എല്ലാവരും. അപ്പച്ചന് വെള്ള ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാം വെള്ളയിട്ട് കാണാൻ അപ്പച്ചന് ഇഷ്ടമായിരുന്നു. ഞങ്ങളതുകൊണ്ട് ഇന്ന് എല്ലാവരും വെള്ളയിൽ നിൽക്കണേ. പക്ഷേ ഞാൻ ആ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ട ആ ഒരു ദൃശ്യം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് പറഞ്ഞു, ഇതുപോലെയാ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ദൈവദൂതന്മാർ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന ഇതുപോലെയാ. ഞങ്ങളിത് പറയുമ്പോൾ ഇന്ന് ലോകം മൊത്തം
ഇതിങ്ങനെ ടെലികാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. അനേക സ്ഥലത്തിരുന്ന് മലയാളം അറിയുന്നവരും മലയാളം അറിയില്ലാത്തവരും ഇന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് പലരും many people are watching, and I just want to say to everyone, our Appachan has gone to an eternal shore which is certain, and he was very certain about his eternity, and we too are assured that one day for sure we will meet him in that eternal shore, because we walk after Lord Jesus Christ. യേശു കാണിച്ച വഴിയിൽ കൂടെ പോകുന്നുണ്ട്, ആ മാർഗത്തിലൂടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്പച്ചനെ വീണ്ടും കാണുവാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ, ഈ ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഈ നിശ്ചയത നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇല്ല എങ്കിൽ മനുഷ്യൻ മരിക്കും നിശ്ചയം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായി ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആകയാൽ ക്രിസ്തു യേശുവിലുള്ളവരായി മാറുവാൻ ഇത് നല്ലൊരു അവകാശം, നല്ലൊരു ചാൻസാണ്. നെഗ്ലക്റ്റ് ചെയ്യരുത്. ഞങ്ങളോടൊപ്പം അപ്പച്ചനെ കാണുവാൻ ആഗ്രഹിക്കുന്നവർ സ്നേഹത്തോടെ കടന്നു വന്ന് നിങ്ങളെല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, ഈ അപ്പച്ചനെ വീണ്ടും കാണുവാൻ, ആ നിത്യയുടെ തുറമുഖത്ത് കാണുവാൻ വഴി ഒന്ന്, യേശു എന്ന വഴി. ആ വഴിയെ പിന്തുടരുവാൻ ദൈവം എല്ലാവർക്കും സഹായിക്കട്ടെ. തികഞ്ഞ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. കടന്നു എല്ലാവരോടും പ്രത്യേക വന്ദിയും ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരോടുള്ള കൃതജ്ഞതയും ഇത്തരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 3 ദിവസം, അതായത് മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, ഞങ്ങളെല്ലാവരും അപ്പച്ചൻ്റെ മുറിയിൽ ഞങ്ങൾ മക്കളെല്ലാവരും അമ്മച്ചിയും ഒരുമിച്ച് അപ്പച്ചനെ അമ്മച്ചിരെയും ബെഡിലായിട്ടിരുന്ന് അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ രാത്രിയെല്ലാം അപ്പച്ചനെ കെട്ടിപ്പിടിച്ചാണ് കടന്നത്. അപ്പം ഞങ്ങൾ അനുഭവിച്ച ഒരു സ്നേഹം, അപ്പച്ചൻ ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം വന്നപ്പോൾ എങ്ങനെ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി, അതുപോലെ ഞങ്ങൾ മക്കളെല്ലാവരും അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് കടന്ന് ഉറങ്ങി. തേഴ്സ്ഡേ രാവിലെ എല്ലാവരും ചുറ്റും നിന്ന് അപ്പച്ചനെ, അതിൽ ഞാൻ അപ്പച്ചൻ്റെ ഒരു കൊച്ചു മകൾ അപ്പച്ചൻ്റെ കാല് രണ്ടും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. എത്രത്തോളം സ്നേഹം അപ്പച്ചൻ മക്കളുടെ മക്കൾക്കും തന്നു എന്നുള്ളത് ഞങ്ങൾ അനുഭവിച്ച് അറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. തേഴ്സ്ഡേ രാവിലെ ഞങ്ങളെല്ലാവരും കൂടി നിന്നു. ഞങ്ങൾ അപ്പച്ചനെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു, കയ്യിൽ തലോടിക്കൊണ്ടിരുന്നു, ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പച്ചൻ ഞങ്ങളെല്ലാവരെയും കണ്ണു തുറന്ന് നോക്കി, ചെറുതായിട്ട് ചിരിച്ചു, പിന്നെ അങ്ങ് ഉറങ്ങി അങ്ങ് പോയി. മരിച്ചു എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പച്ചൻ ഉറങ്ങി. അപ്പച്ചൻ്റെ ഈ ശരീരം ഞങ്ങളിൽ തന്നിട്ട് ദൂതന്മാർ അപ്പച്ചനെ കൊണ്ടങ്ങ് പോയി. അപ്പച്ചൻ ഇന്ന് സ്വർഗത്തിൽ ഇന്ന് വിശ്രമിക്കുന്നു. ഞങ്ങൾക്ക് അപ്പച്ചനൊരു മാതൃക കാണിച്ചു തന്നു. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും, ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു വിഷമസന്ധിയിൽ എത്ര അകലെയെന്നാണെങ്കിൽ ഞാൻ അപ്പച്ചനെ വിളിക്കും. അപ്പച്ചൻ എന്നോട് ഒറ്റ വാക്ക് പറയും, നീ ഒരു കാര്യം കൊണ്ടും പേടിക്കണ്ട. അത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല, എൻ്റെ എല്ലാ വിഷമവും മാറും. എനിക്ക് എങ്ങനെ അത് പറയണമെന്നറിയില്ല. എങ്ങനെയായാലും അപ്പച്ചൻ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ പ്രത്യാശയുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും ആ ഗ്യാപ്പ്, ആ ഒരു മിസ്സിങ്, ആ ഒരു എംപ്റ്റിനെസ് അതവിടെ ഉണ്ട്. അത് മാറുമെന്നെനിക്ക് തോന്നണില്ല. അത് മാറണ്ട, അതങ്ങനെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് അമ്മച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ. ഈ അമ്മച്ചിയാണ് ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവും തരുന്ന വ്യക്തി. അമ്മച്ചിക്ക് ആ കഴിവ് ദൈവം വളരെയധികം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഇത്രത്തോളം ഇങ്ങനെ കമ്മിറ്റഡായിട്ട് ഒരാളെ നോക്കുന്നത് ഞാൻ ആരും കണ്ടിട്ടില്ല. അത് ദൈവം കൊടുത്തൊരു കൃപയാണ്. അത് അമ്മച്ചി നന്നായി ചെയ്തു. അതിലൊരിക്കലും ഒരു കുറവെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾ വന്നു, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആ സപ്പോർട്ട്, എല്ലാത്തിനും നന്ദി. ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവസ്നേഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ അറിയുവാൻ
ഞങ്ങൾക്ക് അപ്പച്ചൻ നല്ലൊരു മാതൃക കാണിച്ചു തന്നു, അനുഭവിച്ച് ജീവിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ അനുഭവം നിങ്ങളിലേക്കും പങ്കുവയ്ക്കുന്നു. ആ സത്യദൈവത്തെ മനസ്സിലാക്കി ജീവിക്കാൻ ഞാനും നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജെയിംസ് ചേട്ടൻ. ഞങ്ങൾ വീട്ടിലെ മക്കളെ പല സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫിസിക്കലായിട്ട് അപ്പച്ചൻ്റെ അടുപ്പുണ്ടായിരുന്നില്ല എപ്പോഴും. പക്ഷേ അപ്പച്ചൻ ഒരിക്കലും ഞങ്ങളുടെ അകലത്തിൽ ഞങ്ങൾ തോന്നിയിട്ടില്ല. കാരണം ഓരോരുത്തരുടെ വ്യക്തിത്വമാണല്ലോ നമ്മൾ ശരിക്കും വാസ്തവത്തിൽ ഓർമ്മ നിൽക്കുന്നത്. അപ്പച്ചൻ്റെ വ്യക്തിത്വം വളരെ വൈബ്രൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അത് ഞങ്ങൾ വിട്ടൊരിക്കുമ്പോൾ നീങ്ങി നിൽക്കണല്ലോ ഒട്ടും എവിടെയായപ്പോഴും. അങ്ങനെ ഒന്നിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അവരുടെ സ്വഭാവം അറിയുമ്പോഴാണ്, ആളുകൾ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. ഞാനും അമ്മച്ചി അപ്പച്ചനും കൂടെ ഒരു 5 സ്റ്റേറ്റുകളിൽ പോയിട്ട് അവസാനം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ ഇവരെ കൗണ്ടറിൽ ഇറക്കിയിട്ട് ഞാൻ പാർക്ക് ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും ലേറ്റായി. എയർപോർട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് സ്ഥലമാണ്. അപ്പോൾ വന്നപ്പോൾ ഇവർ പറഞ്ഞു, ആളുകൾ പറഞ്ഞു അപ്പച്ചനോട്, നിങ്ങൾ ബോർഡ് ചെയ്യ്, ആൾ വരുമ്പോൾ ആളെ അടുത്ത പ്ലെയിനിൽ വിട്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചൻ ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു, മൈ സൺ കം ഐ കം എന്ന് ഞാൻ പറഞ്ഞു. KJ ജോർജ് നിങ്ങളെ കൂടെ വന്നാൽ പകുതി വഴിയെത്തുമ്പോൾ വിട്ടിട്ട് പോവില്ല. അത് അപ്പച്ചൻ്റെ സ്വഭാവമാണ്. സുവിശേഷത്തിന് ഇറങ്ങിയിട്ടും പകുതി വഴി വെച്ചിട്ട് അപ്പച്ചൻ നിർത്തിയിട്ട് പോവില്ല. അത് അപ്പച്ചൻ്റെ വ്യക്തിത്വമാണ്. ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ചപ്പോൾ എനിക്ക് അപ്പച്ചനോട് കുറച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ അപ്പച്ചന് പഴയ കഥകൾ പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഒരു ദിവസം മുളന്തുരുത്തി താമസിച്ചപ്പോൾ ഒരു അയൽവക്കാരുടെ പശു വന്ന് ഇതൊക്കെ തിന്നുമായിരുന്നു. അപ്പോൾ ഒരു ഇത് അവിടെ വന്ന് വീട്ടിൽ ചത്ത് കിടന്നു ഇവരുടെ പറമ്പിൽ, അപ്പച്ചൻ്റെ പറമ്പിൽ. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞു, എന്തായാലും ആൾക്കാരൊക്കെ പറയും നമ്മളാ ചെയ്തതെന്ന് ആൾക്കാരൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ കുഞ്ഞുമ്മയോട് ചോദിച്ചു, നിൻ്റെ അമ്മച്ചിയോട് ചോദിച്ചു, നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ കൊന്നാണോ? അല്ല എന്ന് പറഞ്ഞു. നീ അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. സംഘത്തിൻ്റെ ബലത്തിനേക്കാളും വലുത് സത്യത്തിൻ്റെ ബല, നീ പേടിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് കുറേ നാൾ പല സ്ഥലത്ത് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ വാക്ക് സംഘത്തിൻ്റെ ബലമല്ല, സത്യത്തിൻ്റെ ബലത്തിന് മുമ്പിൽ സംഘബലം നിൽക്കില്ല കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കാണ് നിന്നത് പല സ്ഥലത്തും ഒറ്റയ്ക്ക്. 2 കൊല്ലം മുമ്പ് ഞാനൊരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് സമയത്ത് ഓഫീസിലേക്ക് ചെല്ലായിരുന്നു. ചിലപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ചെല്ലും, കാരണം അവിടെ അപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ വല്ല വർക്ക് ചെയ്യാൻ പറ്റും, ഇൻട്രപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പോയപ്പോൾ കാറിന് പുറകിൽ കൂടെ ഒരാൾ ഓടി വരണം. അപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ സാധാരണ അങ്ങനെ ആരും ഉണ്ടാവില്ല ഞായറാഴ്ച. അപ്പോൾ ആ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുള്ളൂ, അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എൻ്റെ ഓഫീസ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ആളാണ്. ഞാൻ നിർത്തി എൻ്റെ ഓഫീസിൽ വന്നു. എന്നിട്ട് ക്രിസ്മസ് സമയമായിരുന്നു. ഞാൻ അപ്പോൾ ഒരു ടിപ്പ് എടുത്ത് കൊടുത്തവന്. അപ്പോൾ അവൻ പറഞ്ഞു, സർ നോ യു ഓൾറെഡി ഹാവ് ഗിവൺ മീ. എനിക്ക് ടിപ്പ് തന്നു കഴിഞ്ഞു, എനിക്കിത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെയാണ് ഞാൻ തന്നെ? നോ യു ഇൻസ്പയർഡ് മീ ടു ബിക്കം ഹു ഐ ആം ടുഡേ. ഞാൻ എൻ്റെ കമ്പനി ഞാൻ സ്വന്തം തുടങ്ങി. ഞാൻ ഇപ്പോൾ ക്ലീനിങ്കാരനല്ല, ഞാൻ അവിടെ നിന്ന് പിരിയാട്ടെ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അത് പറയാനായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിലേക്ക് പോകാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചനും കാണാനായിട്ട്, അപ്പം അടുത്ത ആഴ്ച പോകാട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്ക് ഇത്തിരി ടിപ്പ് വെച്ചിട്ട് പോകണതാണ്, ഞാൻ വരുമ്പോൾ നീ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. പിരിഞ്ഞ് ഞാൻ ഒരു 2-3 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് അവൻ വിളിച്ചു, മിസ്റ്റർ ജോർജ് പ്ലീസ് സ്റ്റോപ്പ്. ഞാൻ നിന്നു. തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ റിയലി ഡോണ്ട് നോ മൈ ഫാദർ. അവൾ പറഞ്ഞു, അവൻ്റെ ഫാദറിനെ ശരിക്കും അറിയില്ല, കണ്ടിട്ടില്ല. പക്ഷേ ഐ വാണ്ട് യു ടു ടെൽ സംതിങ് വെൻ യു ഗോ ഹോം ടു യുവർ ഫാദർ. വാട്ട് ഈസ് ദറ്റ് ജൂലിയോ? അവൻ്റെ പേര് ജൂലിയോ എന്നാണ്. അവൻ പറഞ്ഞു, will you go tell your dad that I wish I had someone like him? അപ്പച്ചനെ ആൾക്കാർ ജോർജ് ഏട്ടാന്നോ ഉപദേശിക്കുന്നോ പാസ്റ്റർന്നോ ചോർച്ചായെന്നോ വാട്ട് ഓർ ദാറ്റ് മേ ബി അവർ വിളിക്കുമ്പോൾ അപ്പച്ചൻ്റെ മകനാണെന്നറിയപ്പെടുന്നതിൽ, അല്ലെങ്കിൽ അതെൻ്റെ അപ്പച്ചനെന്ന് പറയാനായിട്ട് അപ്പച്ച ഞങ്ങൾക്ക് അഭിമാനമുണ്ട്.
ശോഭയേറും ഒരു നാടുണ്ട്, അത് കാണാം ദൂരവേ വിശ്വാസത്താൽ. താതൻ വാസം നമുക്കൊരുക്കി, നിൽക്കുന്നുണ്ട് അക്കരെ കാത്തുതാൻ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ഇൻ ദ സ്വീറ്റ് ബൈ ആൻഡ് ബൈ വി ഷാൽ മീറ്റ് അഗെയിൻ. പ്രത്യേകിച്ച് തുറമുഖത്ത് അപ്പച്ചനെ തീർച്ചയായിട്ടും കാണാമെന്ന് എനിക്കറിയാം. പക്ഷെ അതുവരേക്ക് അപ്പച്ച ഗുഡ് ബൈ. റിച്ചാർഡ്. ദൈവനാമത്തിന് സ്തോത്രം. അപ്പച്ചൻ്റെ മക്കൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഞങ്ങളെല്ലാം മനസ്സിൽ കൂടെ കടന്നു പോകും. എന്താണ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ശരിക്ക് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം എങ്ങനെ പുറപ്പെട്ടോ അതുപോലെ തന്നെയാണ് സ്വന്തം ജനത്തെയും എല്ലാം വിട്ട് ദൈവ മക്കളെ മാത്രം ദൈവവചനത്തെ മുൻനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് അപ്പച്ചനെ സഹായിച്ചു. കൊടുത്ത സുവിശേഷ വെളിച്ചത്തിൻ്റെ ബലത്തിൽ അനേക വർഷങ്ങൾ പല ഒറ്റപ്പെടുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കൊട്ടാരം മുതൽ കൊട്ടിൽ വരെ എന്ന് പറഞ്ഞ പോലെ ഉയർന്ന സാഹചര്യങ്ങളിലും വളരെ താഴ്ന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം കൊടുത്തു. ഒന്നിലും ആൾ ചഞ്ചലപ്പെട്ടിട്ടില്ല. ഉയർത്തിയെന്ന് വെച്ച് ഉയർന്ന ആളായിട്ടും താഴ്ത്തി വിട്ട് താഴ്ന്ന ആളായിട്ടും ദൈവം പോയില്ല. ഞങ്ങൾക്കെല്ലാം വളരെ മാതൃകയായി പല കാര്യങ്ങളും വ്യക്തിപരമായിട്ട് ഞങ്ങൾ സംസാരിച്ച് അപ്പച്ചന് ഞാൻ മൂത്ത ആണായിട്ട് വീട്ടിലുണ്ടാകുമ്പോൾ വളരെ പ്രാർത്ഥിച്ചാണ് ഉണ്ടായത്. ദൈവവേലയ്ക്ക് വേണ്ടി അപ്പച്ചൻ എന്നെ നേർന്നു. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ മകനായി ഇറങ്ങി അപ്പച്ചൻ്റെ കൂടെ ഒരു കൈത്താങ്ങായി തീരുമെന്ന് അപ്പച്ചൻ വിചാരിച്ചെങ്കിലും അതുപോലെ ഞാനായി തീരാത്തതിൻ്റെ ഒരു ദുഃഖം കുറേ നാൾ വളരെയധികം കാലം എന്നോട് പറഞ്ഞുകൊണ്ട് നടന്നു. നിനക്ക് ഈ ഒരു വഴിയാണ് ദൈവം നിനക്ക് വെച്ചിട്ടുള്ളത്, വേറെ വഴിക്ക് നീ പോകരുത്. പക്ഷേ എന്തുകൊണ്ടോ അപ്പച്ചൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് ആകാൻ പറ്റിയില്ല. ഇതിൽ അപ്പച്ചൻ്റെ അവസാന നാളുകളിൽ കുറേ നാൾ അപ്പച്ചനോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ അടുത്ത കാലം കുറച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞ പോലെ ഞാൻ ദൈവഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്, ദൈവവേലയായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അപ്പച്ചനെ ഒരു വിഷമം വിചാരിക്കരുത് എന്ന് കുറേ കാര്യങ്ങൾ അടുത്തിരുന്ന് കുറേ സംസാരിപ്പാൻ ഇവരെക്കാൾ കൂടുതലായിട്ട് കുറച്ച് അടുത്തിരുന്ന് സംസാരിക്കാൻ അടുത്ത കാലങ്ങളുണ്ടായി. എൻ്റെ അനിയന്മാരൊന്നും അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പച്ചനോട് ക്ഷമയൊക്കെ പറഞ്ഞു. അപ്പച്ചൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പച്ചൻ്റെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പരാതിയും ആരോടും പരാതി പറയാത്ത ഒരു സ്വഭാവം അപ്പച്ചന്. അതായത് എന്തെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി അതിൻ്റെ പിന്നാലെ ഉടനെ ആളല്ല, കയ്യിലുള്ളത് വിട്ടുപോയാൽ പൊയ്ക്കോട്ടെ. പുതിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നതാണ്. ആ ഒരു ബലത്തിലാണ് അപ്പച്ചൻ എപ്പോഴും പോകുന്നത്. എവിടെയെങ്കിലും ഒരു പരിഭവം, ഒരു പരാതി പറഞ്ഞുകൊണ്ട് എൻ്റെ അവകാശം ചോദിച്ച് ഒന്നും പോണ ഒരു പരാതി ഇതുവരെ അപ്പച്ചൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ആരോടും ചെന്ന് അവലാതി പറയണത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം വളരെ വലുതാണ്. അതുപ്രകാരം മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. കുറേ അധികം കാര്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. വന്നു ചേർന്ന എല്ലാ ദൈവങ്ങൾക്കും എല്ലാവർക്കും എല്ലാ ദൈവങ്ങൾക്കും നാട്ടുകാരായും വീട്ടുകാരായും വ്യക്തികളെല്ലാം വന്നു ചേർന്ന എല്ലാവർക്കും ഞങ്ങളെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന ബാബു ജോർജ് പാസ്റ്റർ, ബാബു പാസ്റ്റർ, എല്ലാ ദേവദാസന്മാർ, അവിടെ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്നതിൽ ഞങ്ങളുടെ ദുഃഖത്തെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ദൈവങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പെൺമക്കളെ എല്ലാം കൂടി പ്രതിനിധീകരിച്ച് എഴുന്നേറ്റൊരു കോറസ് പാടുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് ശുശ്രൂഷയിലേക്ക് ചില മിനിറ്റുകൾക്കകം ഈ ശുശ്രൂഷ അവസാനിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ അപ്പച്ചൻ എപ്പോഴും പാടാറുള്ള പാട്ട്, ഏറ്റവും അധികം പാടി ഞങ്ങളെല്ലാം കേട്ടിട്ടുള്ള പാട്ട്, ഞങ്ങളുടെ അപ്പച്ചൻ്റെ പാട്ട് ഞങ്ങൾ പാടുന്നു.
ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ. യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ. യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ. യേശുവിൻ സന്നിധി അണയുവതേ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. വറ്റാ ജീവജലത്തിൽ നദിയൻ വർമ്മയകറ്റി നിർവൃതി അരുളി. വറ്റാ ജീവജലത്തിൽ നദിയൻ വർമ്മയകറ്റി നിർവൃതി അരുളി. ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ. യേശുവിൻ സന്നിധി അണയുവതേ മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും കണ്ണീരൊഴുകി ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും കണ്ണീരൊഴുകി ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ള എനിക്ക് ആനന്ദമുലകിൽ. യേശുവിൻ സന്നിധി അണയുവതേ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ബാബു ജോർജ് മുമ്പോട്ട് കടന്നു വന്ന് ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. സർവാശ്വാസത്തിൻ്റെയും മനസ്സലിവിൻ്റെയും ഉൽപ്പത്തി സ്ഥാനമായ നമ്മുടെ ദൈവം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ ഭവനത്തിൽ ഞാൻ ആദ്യമായി വരുന്നത് 19 വർഷത്തിന് മുമ്പാണ്. എൻ്റെ അനുജൻ ഞാൻ രാജ്മോഹൻ എന്ന് വാത്സല്യത്തോടെ വിളിക്കുകയും പത്തനംതിട്ടയിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വേല ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഈ അപ്പച്ചൻ്റെ മരുമകൻ ഇന്ന് ഈ ശുശ്രൂഷ നയിക്കുന്ന മാത്യു ജോർജ്, ജെസ്സി മോള്, അതുപോലെ തന്നെ അപ്പച്ചൻ്റെ സഹധർമ്മിണി പ്രിയ അമ്മച്ചി, ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ. അപ്പച്ചൻ്റെ ഈ ലോകത്തു നിന്നുള്ള വേർപാടിനെക്കുറിച്ച് മക്കൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എല്ലാ മക്കളും ഒരുമിച്ച് വന്ന് ഇങ്ങനൊരു മരണം ആർക്ക് കിട്ടും? ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടെങ്കിൽ ഒരു ആമീൻ പറയാം. ഹൗ ബ്യൂട്ടിഫുൾ, എത്ര ശ്രേഷ്ഠമേറിയ
ഒരു മരണമാണ്. ഞാൻ 36 ദിവസം പ്രായമായ കുഞ്ഞിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ സംബന്ധിച്ചിട്ടുണ്ട്. 98 വയസ്സുള്ള ഏറ്റവും പ്രായം കൂടിയ ആളെ 98 വയസ്സുള്ള പിതാവിൻ്റെയും ശവസംസ്കാര ശുശ്രൂഷ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും കാണാത്ത ചില പ്രത്യേകതകൾ കണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെല്ലാവരും എഴുന്നേറ്റ് അവർക്ക് ഒരുമിച്ച് പറയാൻ കഴിയും, വാഴ്ത്തി പറയുന്നത്, തങ്ങളുടെ പിതാവിനെ കുറിച്ച് പറയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ മരിച്ചാൽ വല്ലതും പറയാൻ വല്ലതും ഉണ്ടാവുമോ? ഈ തരുണത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ അപ്പച്ചനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിലെ ഓർമ്മകൾ ധാരാളമാണ്. അതൊന്നും ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പച്ചൻ നല്ല പോർ പൊരുതും, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ആ തൻ്റെ പോർക്കളത്തിൽ താൻ അധ്വാനിച്ച് പ്രതിഫലം വാങ്ങിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ നിത്യതയിൽ പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാർ അടക്കം ചെയ്തു എന്നെഴുതിയിരിക്കുന്നത് പോലെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ വന്നു. സ്തോത്രം. അവരുടെ ശുശ്രൂഷയാൽ ഈ ശുശ്രൂഷ നടക്കുന്നത് എത്ര മാന്യവും എത്ര ശ്രേഷ്ഠവുമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർ, അപ്പച്ചനോടുള്ള ആദരവ് കൊണ്ട് എല്ലാ ദൈവഭൃത്യന്മാർ കർത്തൃ ശുശ്രൂഷയിൽ സുവിശേഷ വേലയിലായിരിക്കുന്നവർ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് അവരെൻ്റെ അടുക്കലേക്ക് വന്ന് നമുക്ക് ഒരുമിച്ച് ഈ വിശുദ്ധൻ്റെ ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ അപ്പച്ചനെ ഇനിയും കാണാം. വിശുദ്ധന്മാർക്കൊരു നല്ല സാക്ഷ്യം പറയാൻ കഴിയും. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ അപ്പച്ചൻ നിത്യതയിൽ താൻ പ്രിയം വെച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. ആമേൻ. ഈ അപ്പച്ചൻ്റെ ഭൗതിക ശരീരം ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പ് ജീവപുസ്തകത്തിൽ എൻ്റെ പേരുണ്ടെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടും. ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാൻ കുഴപ്പമില്ല. ആരെങ്കിലും ആ വിശ്വാസത്തിലെത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കഴിഞ്ഞ ഒരു പുരുഷായുസ് മുഴുവനും ഈ തിരുവെഴുത്തിനു വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടന്ന് ഈ രണാങ്കണത്തിൽ അധ്വാനിച്ച അനുഗ്രഹീതനായ ദൈവഭൃത്യന്റെ ഭൗതിക ശരീരത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രിയ അപ്പച്ചന് വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്യാനില്ല. അപ്പച്ചൻ ശുശ്രൂഷ ചെയ്ത് കേട്ടില്ല, എത്ര മനോഹരം. ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. ഓ, വാട്ട് എ വണ്ടർഫുൾ, വാട്ട് എ സ്വീറ്റ് ഡെത്ത്. യു ആർ ലക്കി പീപ്പിൾ. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്, മക്കൾ അമേരിക്കയിലാണ്. ഒരമ്മ ഒറ്റയ്ക്ക് വലിയ ബംഗ്ലാവിൽ താമസിക്കുന്നു. ഞാനിതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അമ്മയുടെ ശവശരീരം പുഴുത്തു കഴിഞ്ഞാണ് മക്കൾ അറിയുന്നത്. മധ്യരാങ്കൂർ നടന്ന കാര്യമാണ്. ഇതാണ് ലോകത്തിൽ നടക്കുന്നത്. എന്നാൽ ഇന്ന് ഇതെത്രയോ ശ്രേഷ്ഠമാണ്, ഇതെത്രയോ ഭാഗ്യമാണ്. നമ്മുടെ നാവിനാൽ വർണ്ണിപ്പാൻ കഴിയുന്നില്ല. ഞാൻ വാക്കുകളെ നീട്ടുന്നില്ല. അപ്പച്ചൻ്റെ ഈ സംസ്കാര ദിവസം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പച്ചനെ പുനരുത്ഥാനത്തിൻ്റെ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. We Pentecostal people are doing a resurrected ministry. പുനരുത്ഥാനത്തിൻ്റെ ശുശ്രൂഷയാണ്.
ആമേൻ. ഈ അപ്പച്ചൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇങ്ങനെ പറയുന്നു, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അതായത് നമ്മൾ മരിച്ച് മണ്ണോടെ ചേർത്ത് നമ്മൾ അഴുകി തീരുമ്പോഴും അഴുകാത്ത ഒരു സെല്ലുണ്ട്. ആ സെല്ല് കർണപുടത്തിലുള്ള സെല്ലാണ്. സയൻസ് പറയുന്നത് അത് ഭൂമിയിൽ ശേഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാഹളം ധുരിക്കും, കല്ലറകൾ തുറക്കപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ആ ശബ്ദത്തിന് വേണ്ടി ഈ കാത് സ്തോത്രം നശിക്കാതെ കിടക്കുന്ന ഒരു DNA എന്ന് സയൻസ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് നമുക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, നമ്മുടെ അപ്പച്ചനെ വീണ്ടും കാണാം. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ആമേൻ ജീവനോടെ ശേഷിക്കുന്ന നാം ആമേൻ ഞാനും നിങ്ങളും രൂപാന്തരപ്പെട്ട് മേഘങ്ങൾ എടുക്കപ്പെടും.